നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പു നൽകും. സർക്കാർ ജീവനക്കാർക്ക് പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പെൻഷൻ പദ്ധതി 2025 ഏപ്രിൽ 1 മുതൽ നടപ്പാക്കും. ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പു നൽകുമെന്നും പദ്ധതി 23 ലക്ഷം പേർക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സർക്കാർ ജീവനക്കാർ പുതിയ പെൻഷൻ പദ്ധതികളിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനായി ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥന്റെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി മോദി ഒരു കമ്മിറ്റി രൂപീകരിച്ചുവെന്നും ഈ കമ്മിറ്റി വിവിധ സംഘടനകളുമായി 100-ലധികം യോഗങ്ങൾ നടത്തിയെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ജീവനക്കാർക്ക് നാഷണൽ പെൻഷൻ പദ്ധതിയും UPS-ഉം തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും. നിലവിലുള്ള ജീവനക്കാർക്ക് LPS-ൽ നിന്ന് UPS-ലേക്ക് മാറാനാകും. അഷ്വേർഡ് പെൻഷൻ, കുടുംബ പെൻഷൻ, മിനിമം അഷ്വേർഡ് പെൻഷൻ എന്നിങ്ങനെയാണ് പെൻഷൻ പദ്ധതി വേർതിരിച്ചിട്ടുള്ളത്. കുറഞ്ഞത് 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുമ്പുള്ള 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പു നൽകുന്നതാണ് അഷ്വേർഡ് പെൻഷൻ. പെൻഷൻ വാങ്ങുന്നയാൾ മരിച്ചാൽ അപ്പോൾ വാങ്ങിയിരുന്ന പെൻഷൻ തുകയുടെ 60% പെൻഷൻ കുടുംബത്തിന് ഉറപ്പാക്കുന്നതാണ് കുടുംബ പെൻഷൻ. 10 വർഷം സർവീസുള്ള ജീവനക്കാർക്ക് 10,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നതാണ് മിനിമം അഷ്വേർഡ് പെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.